അതിന് 35% സബ്സിഡി ഉണ്ട്. പിന്നെ കൂടാതെ ഇൻട്രസ്റ്റിനും സബ്സിഡി ഉണ്ട്. 90% ലോൺ കിട്ടും. അപ്പൊ നമുക്ക് വളരെ തുച്ഛമായ തുക കൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതന്നെ നമുക്ക് ഈടില്ലാത്ത ലോണാണ് കിട്ടുന്നത്. നമുക്ക് യാതൊരു ഈടും വെക്കേണ്ട ആവശ്യമില്ല. വന്നല്ലേ? അതെ. ഇതിപ്പോ നമുക്ക് ആട്ടിയ ഉടനെ ഉള്ള എണ്ണ. നമുക്ക് അടുത്ത എള്ളെണ്ണ എടുക്കാം. ശരിക്കും ഇതൊക്കെ എടുക്കുന്ന ഇത്ര സിമ്പിൾ ആണെന്ന് അറിഞ്ഞില്ലായിരുന്നു കേട്ടോ. ഇത് ലേഡീസിന് വളരെ സിമ്പിൾ ആയിട്ട് കൈകാര്യം ചെയ്യാമല്ലോ. വളരെ സിമ്പിൾ ആയിട്ട് കൈകാര്യം ചെയ്യും. ഹായ്, ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നമ്മളൊരു ബിസിനസ് തുടങ്ങുന്നതിനെ കുറിച്ചാണ് കേട്ടോ. ഒരു ഓയിൽ മില്ല് തുടങ്ങുന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ശരിക്കും നമ്മുടെ വീട്ടിലെ ഇത്രയും ഒരു സ്പേസ് ഉണ്ടെങ്കിൽ നമുക്കൊരു ബിസിനസ് തുടങ്ങാൻ പറ്റും. അതുപോലെ തന്നെ വലിയ സൂപ്പർ മാർക്കറ്റുകളിലും ഒക്കെ ഇത് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ വീട്ടിലെ വീട്ടമ്മമാരൊക്കെ ഒന്ന് വെറുതെ ഇരിക്കുന്നവരാണെങ്കിൽ നമുക്കിത് തുടങ്ങാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഓയിൽ മില്ല് എങ്ങനെയാണ് തുടങ്ങുന്നതെന്നും ഇത് എന്തൊക്കെയാണ് കാര്യങ്ങൾ അറിയേണ്ടതെന്നും ഇതിന് സബ്സിഡിയോടുകൂടി തന്നെ വളരെ ചിലവ് ചുരുക്കി തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അത്തരം കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യണം. കാരണം ആർക്കാണ് ഇതുപോലൊരു ബിസിനസ് തുടങ്ങാൻ താല്പര്യമുള്ളതെന്ന് പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ സ്വന്തമായിട്ട് തേങ്ങ ഒത്തിരി ഉള്ളവരുണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് ഇതിലൂടെ ഒത്തിരി ലാഭം നമുക്ക് നേടാനൊക്കെ പറ്റും. അതുകൊണ്ട് നിങ്ങൾ ഇതെല്ലാവരും ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടിയിലാണ്. ഇവിടെ മെഗ്മാർക്ക് മെഷീനറി സ്റ്റോറിലാണ് നിൽക്കുന്നത്. ഇവരുടെ ആസ്ഥാനം ശരിക്കും കോഴിക്കോടാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ളത് അർഷാദാണ്. അർഷാദെ, നമസ്കാരം. നമസ്കാരം. എന്തുണ്ട് വിശേഷമൊക്കെ? നല്ല വിശേഷം അല്ലേ? അപ്പൊ അർഷാദെ, ഈ ഒരു മിഷനെ കുറിച്ച് ഒന്ന് പറഞ്ഞു തന്നെ. കാരണം എല്ലാവർക്കും സിമ്പിൾ ആയിട്ട് തുടങ്ങാൻ പറ്റുന്ന ഒരു ബിസിനസ് ആണല്ലോ ഈ ഓയിൽ മില്ല് എന്ന് പറയുന്നത്. നമ്മളൊരു ഓയിൽ പ്രസ് മെഷീനാണ്. അതായത് ഞങ്ങളെ കമ്പനിയിൽ പല ടൈപ്പ് മെഷീൻസ് നിർമ്മിക്കുന്നുണ്ട്. അതായത് ഓയിൽ പ്രസ്സിൽ തന്നെ ഡൊമസ്റ്റിക് പർപ്പസ് ഉണ്ട്, മിനി കൊമേഴ്ഷ്യൽ ഉണ്ട്, കൊമേഴ്ഷ്യൽ ഉണ്ട്, അങ്ങനത്തെ പല ടൈപ്പ് ഉണ്ട്. നമുക്കിപ്പം ഇത് പറയുന്നത് നമ്മുടെ മിനി കൊമേഴ്ഷ്യൽ ആണ്. മിനി കൊമേഴ്ഷ്യൽ. അതായത് നമുക്കൊരു 100 സ്ക്വയർ ഫീറ്റ് സ്ഥല സൗകര്യമുള്ള ഒരാൾക്ക് ഒരു ടൗണിൽ തന്നെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, അല്ലെങ്കിൽ ഒരു സൂപ്പർ മാർക്കറ്റ്, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ചെറിയ സ്പേസിൽ ഒക്കെ ചെയ്യാൻ പറ്റിയൊരു ഓയിൽ മില്ല് ചെയ്യാൻ പറ്റിയൊരു മിനി ഒരു ഓയിൽ പ്രസ്. 100 സ്ക്വയർ ഫീറ്റ് മതി, ചെറിയൊരു സ്പേസ് മതി. ഇതിന് ഒത്തിരി പ്രത്യേകത ഉണ്ട്. ഇത് പിന്നെ ഫുള്ള് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ഈ മെഷീൻ വരുന്നത്. പിന്നെ ഇതിന്റെ ആകെ പവർ വരുന്നത് 3 HP മോട്ടറാണ്. നമുക്ക് ഒരു മണിക്കൂർ നമുക്ക് ഏകദേശം 25 to 30 കിലോ വരെ ഓയിൽ സീഡ്സ് നമുക്ക് ഇതിൽ ഓയിൽ സ്റ്റാർട്ട് ചെയ്തെടുക്കാം. 30 കിലോ വരെ നമുക്ക് ഒരു മണിക്കൂറിൽ കിട്ടും. അത് നല്ലൊരു ഇതാണല്ലോ. നമുക്ക് ഒരു ഡെയിലി ഒരു 100 ലിറ്റർ 120 ലിറ്റർ ഒക്കെ ഓയിൽ സെല് ചെയ്യാൻ പറ്റിയ തരത്തിലുള്ള ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ ഒരു മെഷീനാണ്. ശരി. അപ്പൊ ഇതിനകത്ത് എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? ഇതിൽ നമുക്ക് മെയിനായിട്ട് കൊപ്ര ചെയ്യാം. കൊപ്രക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ചെയ്തൊരു മെഷീനും കൂടിയാണിത്. അതുപോലെ തന്നെ ഇത് മെഷീനിൽ തന്നെ നമുക്ക് കപ്പലണ്ടി ചെയ്യാം, എള്ള് ചെയ്യാം, കടുക് ചെയ്യാം, ബദാം ചെയ്യാം, സൺഫ്ലവർ ചെയ്യാം, അങ്ങനെ ഒത്തിരി. അപ്പൊ ഓയിൽ എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാം നമുക്ക് ഈ മെഷീനിൽ ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് ഒരു മണിക്കൂറിൽ 30 കിലോയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അല്ലേ? പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത വളരെ യൂസർ ഫ്രണ്ട്ലി ആണ്. നമുക്ക് ഏത് ഓയിൽ വേണമെങ്കിലും ഇങ്ങനെ അടുപ്പിച്ചെടുക്കാം. ഒരു ഓയിൽ എടുത്ത് അടുത്ത ഓയിലിന്റെ ടേസ്റ്റ് മെറ്റീരിയലേക്ക് മിസ് ആവാതിരിക്കാൻ വേണ്ടി ഇത് സിമ്പിൾ ആയിട്ട് നമുക്ക് ഇതിന്റെ ഒരു ഷാഫ്റ്റ് ഊരിയിട്ട് നമുക്ക് ക്ലീൻ ചെയ്ത് അടുത്ത ഓയിൽ എടുക്കാൻ വേണ്ടി. അതായത് ഇപ്പൊ നമ്മൾ അതായത് വെളിച്ചെണ്ണ എടുത്തു കഴിഞ്ഞാൽ ഉടനെ കടുകെണ്ണ വേണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കടുകെണ്ണയുടെ ആണല്ലോ ഒരു പ്രത്യേക മണം ഉള്ളത്. അപ്പൊ അത് വേറെ മറ്റെണ്ണകളിലേക്ക് പടരാതെ തന്നെ നമുക്കത് കറക്റ്റ് ചെയ്യാൻ പറ്റും. ശരി. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് സബ്സിഡി വരുന്നുണ്ടോ? എങ്ങനെയാണ് ഇതിന്റെ ഒരു റേറ്റ് ഒക്കെ വരുന്നത്? എങ്ങനെയാ? നമുക്കൊരു ഇവിടെ നമ്മൾ കേരളത്തിലെ ഒരു ഓയിൽ മില്ല് തുടങ്ങുന്ന സമയത്ത് 3 മെഷീൻസാണ് വേണ്ടത്. ഒന്ന് നമുക്ക് ഓയിൽ പ്രസ് മെഷീൻ വേണം, പിന്നെ വേണ്ട നമുക്ക് ഡ്രയർ ആണ്, ഒരു ഇലക്ട്രിക് ഡ്രയർ അത്യാവശ്യമായിട്ട് വേണ്ട സംഗതിയാണ്. പിന്നെ വേണ്ട ഒരു കൊപ്ര കട്ടർ. ഇത്രയും 3 മെഷീൻ നമുക്ക് ഒരു ഓയിൽ മില്ലായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. ശരി. നമുക്ക് ഇതിന് ഏകദേശം സ്പേസ് വേണ്ട ഒരു 100 സ്ക്വയർ ഫീറ്റോളം സ്ഥലമാണ് ഇതെല്ലാം 3 മെഷീനും കൂടെ ചെയ്യാൻ വേണ്ട ഒരു സ്പേസ് എന്ന് പറയുന്നത്. പിന്നെ ഇതിന്റെ ഒരു പ്രൈസ് എന്ന് പറയുന്നത് നമുക്ക് ഏകദേശം ഒരു 2,60,000 രൂപന്റെ ഉള്ളിൽ വരുന്ന ഒരു പ്രൈസേ വരുന്നുള്ളൂ. 3 മെഷീനോടും അതിന്റെ ടാക്സ് എല്ലാം ഉൾപ്പെടെ വരുന്ന ഒരു പ്രൈസ് അത്ര വരുന്നുള്ളൂ. ശരി. അപ്പൊ ഇതിനകത്ത് സബ്സിഡി ഉണ്ട്. അതായത് നമുക്ക് വ്യവസായ വകുപ്പിന്റെ ഏകദേശം 35% സബ്സിഡി ഉണ്ട്. 35% to 40% വരെയുള്ള സബ്സിഡി സ്കീം ഉണ്ട്. ആണോ? ശരി. അത് PMFE, PMEGP ആണ്, പല സ്കീമുകളായിട്ടുണ്ട്. അപ്പൊ ഇതിന് ലോൺ കിട്ടുമോ നമുക്ക്? അതെ, ഇതിന് ലോൺ കിട്ടും. അതായത് നമുക്ക് വ്യവസായ വകുപ്പ് മുഖേന സമീപിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു യൂണിറ്റിന് നമുക്ക് 90% ലോൺ കിട്ടും. ശരി. അപ്പൊ നമുക്ക് വളരെ തുച്ഛമായ തുക കൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വ്യവസായ വകുപ്പായിട്ട് കോൺടാക്ട് ചെയ്ത് അവരുടെ നിർദ്ദേശപ്രകാരം നമുക്ക് ഇത് ചെയ്യാം. അതന്നെ നമുക്ക് ഈടില്ലാത്ത ലോണാണ് കിട്ടുന്നത്. നമുക്ക് യാതൊരു ഈടും വെക്കേണ്ട ആവശ്യമില്ല. അതിന് 35% സബ്സിഡി ഉണ്ട്. പിന്നെ കൂടാതെ ഇൻട്രസ്റ്റിനും സബ്സിഡി ഉണ്ട്.
ആണ്. അപ്പൊ നമ്മള് ഈ തുക അടയ്ക്കുമ്പോൾ 30% സബ്സിഡി ഉണ്ട്, അത് കൂടാതെ ഇൻട്രസ്റ്റിനും സബ്സിഡി ഉണ്ട്. ഇൻട്രസ്റ്റ് ചെറിയ ഇൻട്രസ്റ്റിൽ നമുക്ക് ലോൺ കിട്ടുന്നത്. അപ്പൊ ഇത് നമ്മൾ എങ്ങനെയാണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്? ഞങ്ങള് പിന്നെ അതുപോലെ നമുക്ക് ഇതുപോലെ ഒരു യൂണിറ്റ് തുടങ്ങാൻ താല്പര്യമുള്ള കസ്റ്റമർ കമ്പനിയിൽ വരിക, അല്ലെങ്കിൽ നമ്മൾ ചാലക്കുടി ഷോറൂമിൽ വരിക. ഷോറൂമിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ മെഷീൻസ് എല്ലാം ഇവിടെ നമുക്ക് ഡിസ്പ്ലേ അവൈലബിൾ ആണ്. അവർക്ക് പ്രവർത്തിച്ച് നോക്കാം. ഇതിനെ കുറിച്ച് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമുക്ക് ഇവിടുന്ന് എന്ത് ചെയ്യാം, അവർക്ക് ക്ലിയർ ചെയ്തിട്ട് പോകാൻ പറ്റും. എന്നിട്ട് മെഷീൻ കണ്ട് ഇഷ്ടപ്പെട്ട് അവർക്ക് വേണ്ട കപ്പാസിറ്റി എല്ലാം സെലക്ട് ചെയ്തതിനു ശേഷം ഇവിടുന്ന് ഒരു കൊട്ടേഷൻ വാങ്ങി കഴിഞ്ഞാൽ അവര് വ്യവസായ വകുപ്പിന്റെ DRP ഓഫീസറായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ പേപ്പേഴ്സ് എല്ലാം അവർ റെഡി കൊടുത്തോളും. അവര് തന്നെ ബാങ്കിലേക്കുള്ള പേപ്പേഴ്സ് ഒക്കെ അവർ ഫ്രീ ഓഫ് കോസ്റ്റിൽ തന്നെ റെഡി കൊടുക്കും. ഓ ശരി. പിന്നെ അവർക്ക് ലോൺ എമൗണ്ട് പാസ്സായി വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ മെഷീൻ സപ്ലൈ ചെയ്യും. ഇതിന്റെ ഒരു പ്രൊസീജിയർ. ഓക്കെ, ഇതിന്റെ കൂടെ വരുന്ന എന്തൊക്കെയാണെന്നും കൂടെ നമുക്ക് നോക്കാം. അതുപോലെ ഇതെല്ലാം നമുക്ക് പ്രവർത്തിച്ച് കാണാം. നമുക്ക് എല്ലാ ഓയിലും എടുത്ത് കാണാം. ഓക്കെ, അപ്പൊ ഇതിന്റെ കൂടെ വരുന്ന മറ്റൊരു മെഷീനാണ് ഇലക്ട്രിക് ഡ്രയർ. ഇത് ഡ്രയർ ആണല്ലേ? ഇത് 190 കോക്കനട്ട് കപ്പാസിറ്റി ആണ്. 190 നാളികേരം നമുക്ക് വെക്കാം. നമുക്ക് നാളികേരത്തിന്റെ എണ്ണത്തിലാണ് നമ്മുടെ ഏകദേശം കപ്പാസിറ്റി പറയുന്നത്. നമുക്ക് ഇതിൽ നാളികേരം മാത്രമല്ല എല്ലാ സാധനങ്ങളും ഉണക്കാം. നമുക്ക് ബീട്രൂട്ട്, ക്യാരറ്റ്, കപ്പ, അങ്ങനെ എല്ലാം ഉണക്കാം. എല്ലാ മൾട്ടി സാധനങ്ങളും ഉണക്കാൻ പറ്റും. ഇറച്ചി മീനും അത് ഉണക്കാം. എല്ലാം ഉണക്കാം. ഇത് പല കപ്പാസിറ്റി അവൈലബിൾ ആണ്. ഡ്രയറിൽ നമുക്ക് 30 നാളികേരം മുതൽ 2000 നാളികേരം വരെയുള്ള ട്രേ ടൈപ്പിൽ ഡിഫറെന്റ് മോഡലായിട്ട് അവൈലബിൾ ആണ്. നമുക്ക് ഇവിടെ ഉണ്ട്. പിന്നെ ബൾക്ക് ടൈപ്പ് എന്ന് പറഞ്ഞിട്ട് മറ്റൊരു മോഡൽ ഉണ്ട്. അതാകുമ്പോൾ ഒന്നിച്ച് ഡബ് ചെയ്ത് കൊണ്ടുവന്ന് നമുക്ക് തട്ടാൻ പറ്റിയ വർക്ക് കുറച്ച് വലിയ ടൈപ്പ് ഡ്രയർ ആണെങ്കിൽ അങ്ങനത്തെ ടൈപ്പും അവൈലബിൾ ആണ്. അതായത് ചിരട്ടയോടുകൂടി തന്നെ ഫുൾ ആയിട്ട് തട്ടി കുറച്ച് കൂടുതലായിട്ട് ചെയ്യുന്നവർ അങ്ങനത്തെ വലിയ ബൾക്ക് ടൈപ്പാണ് ചെയ്യുന്നത്. പിന്നെ ഫയർവുഡിൽ ഇതുപോലെ തന്നെ ഡിഫറെന്റ് മോഡൽ ഡ്രയേഴ്സ് അവൈലബിൾ ആണ്. ശരി, തുറന്ന് കാണിക്കാം. ഇത് നമുക്ക് 12 ട്രേ ആണ് വരുന്നത്. 12 വരുന്നുണ്ട് ട്രേ. നമുക്ക് ഇതില് ഡ്രയറിൽ പിന്നെ വ്യത്യസ്ത മെറ്റീരിയൽ വരുന്നുണ്ട്. നമുക്ക് SS വരുന്നുണ്ട്. SS തന്നെ ഡിഫറെന്റ് സൈസിലുള്ള ഹോൾ വരുന്ന നെറ്റ് വരുന്ന ട്രേസ് വരുന്നുണ്ട്. പിന്നെ ബോഡി മെറ്റീരിയൽ തന്നെ GA വരുന്നുണ്ട്. അതുപോലെ തന്നെ SS വരുന്നുണ്ട്, ഹൈലാൻ വരുന്നുണ്ട്. അങ്ങനെ അത് നമുക്ക് കസ്റ്റമർക്ക് ഷോറൂം വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് നേരിട്ട് കണ്ടിട്ട് ഡിഫറൻസ് മനസ്സിലാക്കിയിട്ട് അവർക്ക് ബെറ്റർ തോന്നുന്ന മോഡൽ സെലക്ട് ചെയ്യാൻ പറ്റും. ഇതിപ്പം ഏത് മെറ്റീരിയലാ? ഇത് വരുന്നത് GA ആണ്. ഇതിപ്പോ GA ആണല്ലേ? അപ്പൊ ഇതിന്റെ അകത്ത് വന്നിരിക്കുന്ന മെഷ് വരുന്നത് അലൂമിനിയം. കോൺടാക്ട് ഏരിയ എല്ലാം അലൂമിനിയം ആയിരിക്കും അല്ലേ? ഓ ശരി. എന്നാലും അപ്പൊ ഇതാണെങ്കിലും നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല. നമുക്ക് കുറച്ച് പ്രൈസ് കുറവായിരിക്കും. SS കുറച്ചുകൂടെ കുറച്ചുകൂടി കൂടും. പക്ഷെങ്കിൽ നമുക്ക് ഇത് ചെറിയ കോസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയതാണ്. അപ്പൊ ഇത് വാഷ് ചെയ്യാനൊക്കെ പറ്റും. അതുപോലെ റസ്റ്റ് വരുന്ന കേസൊന്നും വരുന്നില്ല. റസ്റ്റ് നമുക്ക് ഉപ്പ് കണ്ടന്റ് ഉള്ള സാധനങ്ങൾ ഉണക്കുമ്പോൾ മാത്രം നമ്മൾ SS നിർബന്ധമായിട്ട് ഉപയോഗിക്കണം. അല്ല നമുക്കൊരു ഓയിൽ യൂണിറ്റ് ഒക്കെ ചെയ്യാനുള്ള പർപ്പസ് ആകുമ്പോൾ കോക്കനറ്റ് ആണ് കാര്യമായിട്ട് ഉണക്കാണ്ടാകാം. അപ്പൊ അതിനൊക്കെ ആണെങ്കിൽ ഇത് ഓക്കെയാണ്. റസ്റ്റ് വരും, അങ്ങനത്തെ സംഭവങ്ങളൊന്നും വരുന്നത്. ശരി. ഇപ്പോൾ SS വരികയാണെങ്കിൽ നമുക്ക് ഈ ഒരു മോഡൽ നോക്കാം. ഇതിൽ നമുക്ക് ട്രേസ് എല്ലാം വരുന്നത് SS ആണ്. ഈ ഒരു മെഷീനിൽ വരുമ്പോൾ ഇത് കംപ്ലീറ്റ് SS ആണ്. ഇതിനകത്ത് ഇത് ട്രൈ ചെയ്തോണ്ടിരിക്കുക അല്ലേ? അതെ അതെ. ഇതിന്റെ ബോഡി GAയും അതുപോലെ തന്നെ ട്രേ SS-ഉം. ഓ ശരി ശരി. അതെ അതെ. ഇതിപ്പോ ട്രൈ ചെയ്യുന്നെങ്കിൽ നമുക്ക് തൊടാം. ചെറിയ ചൂടുണ്ടാവും. ഇതിപ്പോ നെല്ലിക്ക ഉണക്കിക്കൊണ്ടിരിക്കുക അല്ലേ? അതെ അതെ അതെ. ഇതിപ്പോ ഇത് ക്യാരറ്റ്. ഓ ശരി ശരി. ഇത് കപ്പ. ഇതെല്ലാം ഉണങ്ങിയല്ലോ, റെഡി ആയിട്ടുണ്ട്. ജസ്റ്റ് ഇതിപ്പോ ഏകദേശം ഒരു 1 hour വെച്ചിട്ടേ ഉള്ളൂ. ആണല്ലേ? ഇത് എത്ര മണിക്കൂറാണ് നമുക്ക് ഇത് ഉണക്കാൻ വേണ്ടത്? നല്ല രീതിയിൽ പൗഡർ ഒക്കെ ചെയ്യുകയാണെങ്കിൽ കുറച്ച് സമയം കൂട്ടി ഉണക്കണം. അപ്പോൾ നല്ല രീതിയിൽ ഡ്രൈ വരുള്ളൂ. നമുക്ക് തിക്നെസ്സിനനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. ഇതിപ്പോ ബീറ്റ്റൂട്ടും കിഴങ്ങുമാണ് അല്ലേ? അതെ അതെ അതെ. ഡ്രൈ ആയതുകൊണ്ട് ഇത് ഡ്രൈ ആയതാണല്ലോ. ബീറ്റ്റൂട്ട് എല്ലാം ഉണങ്ങി. ഇത് കിഴങ്ങ്, ഉരുളക്കിഴങ്ങ്. ഉരുളക്കിഴങ്ങാണല്ലേ? ഇത് നമ്മുടെ പാവയ്ക്ക. ഇത് ബീട്രൂട്ട്. ഇത് കപ്പലണ്ടി നമുക്ക് ഓയിൽ എടുക്കുന്നതിന് മുന്നേ ജസ്റ്റ് ഒരു 20 മിനിറ്റ്സ് ചൂടാക്കിയിട്ട് വേണം ഓയിൽ എടുക്കാൻ. അപ്പൊ ഇത് എല്ലാം ഒരു ട്രയൽ, അതായത് ഒരു സമയത്ത് തന്നെ പല ട്രയൽ പലത് നമുക്ക് വെച്ച് അങ്ങനെ ഇന്നത് തന്നെ വേണമെന്നില്ല. എന്ത് വേണമെങ്കിലും ട്രൈ ചെയ്തെടുക്കാം. അപ്പൊ ഈ ഒരു സാധനം, ഈ 3 സാധനങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ബിസിനസ് ഓയിൽ എക്സ്ട്രാക്ട് മാത്രമല്ലാതെ പല നമുക്ക് ഇതുപോലെ ഡ്രൈ ചെയ്ത് ചെയ്യുന്ന ബിസിനസ്സും ചെയ്യാൻ പറ്റും. നമുക്ക് ക്യാരറ്റ്, അതുപോലെ തന്നെ ബീട്രൂട്ട്, ഇതുപോലത്തെ സാധനങ്ങളെല്ലാം ഡ്രൈ ചെയ്ത് പാക്കറ്റ് ചെയ്ത് ചെയ്യുന്ന ബിസിനസ്സും ചെയ്യാൻ പറ്റും. പിന്നെ ഇനി ഇതിന്റെ കൂടെ വരുന്നത് എന്താ ഉള്ളത്? ഇനി അടുത്തായിട്ട് വരുന്ന നമുക്ക് കൊപ്ര കട്ടറാണ്.
ഇതാണ് കൊപ്ര കട്ടർ അല്ലേ? ഇത് നമുക്ക് ഹെവി ഡ്യൂട്ടി കൊപ്ര കട്ടർ. ഇതിലൊരു മണിക്കൂർ നമുക്ക് 150 to 200 കിലോ വരെ കൊപ്ര ഒരേ സമയം കട്ട് ചെയ്യാൻ പറ്റിയ തരത്തിലുള്ള മെഷീനാണ്. 200 കിലോ കൊപ്ര. 200 കിലോ വരുമ്പോൾ നമുക്ക് വളരെ ഫാസ്റ്റ് ആയിട്ട് ഇതിന്റെ വർക്ക് കഴിയുന്നില്ല. നമുക്ക് കട്ടിങ്ങിന് വേണ്ടി കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യേണ്ട, ജസ്റ്റ് ഒരു 10 മിനിറ്റ് തന്നെ സ്പെൻഡ് ചെയ്താൽ നമുക്ക് ഏകദേശം ഒരു ട്രിപ്പിലേക്ക് ഓയിൽ എടുക്കാനുള്ള കൊപ്ര നമുക്ക് റെഡി ആയി കിട്ടും. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടി കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാതെ സ്പീഡിൽ നമുക്ക് വർക്ക് ഫിനിഷ് ചെയ്ത് നമുക്ക് ഓയിൽ മെഷീനിലേക്ക് എന്ത് ചെയ്യാം, ഇത് ലോഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. ഇതിന്റെ പ്രോസസ്സ് വരുന്നത് ശരിക്കും കോക്കനട്ട് ഓയിൽ എടുക്കാനാണെങ്കിൽ പിന്നെ ആദ്യം നാളികേരം കട്ട് ചെയ്യാം, ഹാഫായിട്ട് കട്ട് ചെയ്യും. ഹാഫായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് ഡ്രയറിൽ എന്ത് ചെയ്യാൻ ഓരോ മുറിയായിട്ട് അടുക്കി നമുക്ക് ഇതുപോലത്തെ ട്രയൽ 16 നാളികേരത്തിന്റെ 32 മുറി നമുക്ക് ഇതിൽ വെക്കാൻ പറ്റും ഒരു ട്രയല്. അതെ, അങ്ങനെ നമുക്ക് ഈ ഒരു 10 ട്രെയിനിന്റെ ഡ്രയറിലാണെങ്കിൽ 160 നാളികേരം നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. 15 മണിക്കൂർ നമ്മൾ സെറ്റ് ചെയ്തതിനു ശേഷം നമുക്ക് ഇതിൽ ഈ സിസ്റ്റങ്ങൾ പറഞ്ഞാൽ ആദ്യം നമുക്ക് ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാം. ഉള്ളിൽ എത്ര ഹീറ്റിലാണ് നമുക്ക് ഐറ്റം ഡ്രൈ ആവേണ്ടതെന്നുള്ള നമുക്ക് സെറ്റ് ചെയ്തെക്കാൻ പറ്റും. ഇപ്പൊ ഇതിൽ 65 ഡിഗ്രി സെൽഷ്യസ് ആണ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചത്. നമുക്ക് കൂട്ടാനും കുറക്കാനും പറ്റും ടെമ്പറേച്ചർ. പിന്നെ ടൈമർ എന്ന് പറഞ്ഞ സിസ്റ്റം ഉണ്ട്. അത് നമുക്ക് എത്ര മണിക്കൂറാണ് നമ്മൾ ഐറ്റം ഡ്രൈ ആവേണ്ടതെന്നുള്ള നമ്മൾ സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ നമുക്ക് നൈറ്റ് ആണെങ്കിൽ നമുക്ക് ഓൺ ചെയ്ത് പോവാണെങ്കിൽ പ്രശ്നമില്ല, അത്രയും ടൈം ഡ്രൈ ആയിട്ട് തന്നെ മെഷീൻ ഓഫ് ആയിക്കോളും. ഓട്ടോ കട്ട് ഓഫ് ആവും. സമയം നോക്കി ഓഫ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓവറായിട്ട് ഡ്രൈ ആയി പോയിട്ട് ഇലക്ട്രിസിറ്റി വേസ്റ്റ് ആവും, ഐറ്റം കേടായി പോകുന്ന പ്രശ്നമൊന്നും വരുന്നില്ല. ഓട്ടോമാറ്റിക് കട്ട് ഓഫ് ആവും. അത് രണ്ടും സെറ്റ് ചെയ്ത് നമ്മൾ ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത്രയും ടൈം ഡ്രൈ ആയിട്ട് മെഷീൻ ഓഫ് ആവും. അത് കോക്കനറ്റ് ആകുമ്പോൾ ഫസ്റ്റ് 15 മണിക്കൂറാണ് നമ്മൾ ഡ്രൈ ചെയ്യേണ്ടത്. 15 മണിക്കൂർ ഡ്രൈ ചെയ്തിട്ട് ഷെല്ല് റിമൂവ് ചെയ്യണം. പിന്നെന്ത് ചെയ്യണം, വീണ്ടും നമ്മൾ ഒരു മാക്സിമം 15 മണിക്കൂർ വരെ, എല്ലാ നാളികേരം ഒരേ രൂപത്തിലല്ല, ഒരു 8 to 15 മണിക്കൂർ വരെ പിന്നെ പല നാളികേരം ചെയ്യേണ്ടി വരാം. ചില നാളികേരത്തും പെട്ടെന്ന് ഡ്രൈ ആണ്, ചില ഏരിയയിലുള്ള നാളികേരം പെട്ടെന്ന് ഡ്രൈ ആവും. എന്നാലും ഒരു 24 മുതൽ 30 മണിക്കൂർ വരെ മാക്സിമം 1.5 ദിവസം കൊണ്ടാകും. ഒരു 24 മണിക്കൂർ ഒരു ദിവസം തന്നെ. ശരിക്കും നമ്മൾ പ്രോസസ് ആയിട്ട് ഇതെല്ലാം ചെയ്ത് വരുമ്പോൾ ശരിക്കും ഒരു 2 ദിവസം ടൈമിൽ നമുക്ക് ഓരോ ട്രിപ്പ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഫിനിഷ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മളിപ്പോ വെയിലത്തിട്ടാണ് ഉണക്കുന്നതെങ്കിൽ ഒരു തേങ്ങ എത്ര ദിവസം കൊണ്ട്? 7 ദിവസം ഉണങ്ങണം. 7 ദിവസം വേണം. 7 ദിവസം വേണം. അതാണ് നമുക്കിപ്പോ 2 ദിവസം കൊണ്ട് സെറ്റ് ആയി കിട്ടുന്നത് അല്ലേ? ഓക്കെ, ഇതാകുമ്പോ മഴയും വിഷയമില്ല, ഒന്നും വിഷയമില്ല, നമുക്കത് കറക്റ്റ് ചെയ്യാം. പിന്നെ വേറെ കാര്യം ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ നമ്മൾ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യുമെന്ന് പറഞ്ഞല്ലോ, നമുക്ക് കുറച്ച് കൂടുതൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടാൻ വേണ്ടി കൂടുതൽ സെറ്റ് ചെയ്യാൻ പറ്റത്തില്ലേ? സെറ്റ് ചെയ്യാം, പക്ഷേങ്കില് നമുക്കൊരു 70 ഡിഗ്രി വരെയൊക്കെ മാക്സിമം സെറ്റ് ചെയ്യാൻ പറ്റുക. അതിൽ കൂടുതൽ സെറ്റ് ചെയ്യുമ്പോഴത്തേക്കും സാധനത്തിന്റെ കളറൊക്കെ വല്ലാതെ ഫെയ്ഡ് ആയി പോകും. അങ്ങനെ നമുക്ക് ഇതൊക്കെ ആണെങ്കിൽ ഇത് ക്യാരറ്റിന്റെ ആകുമ്പോൾ കുറച്ച് ബ്ലാക്ക് കളറിലേക്ക് വരും. അങ്ങനെ ബെറ്റർ ഒരു 65 ഡിഗ്രി അത്യാവശ്യം നല്ല ടെമ്പറേച്ചറാണ്, ഒരു സാമാന്യ നല്ല കളർ കിട്ടുന്നത്. ചില സാധനങ്ങൾ അത്രയും പറ്റാത്തതുകൊണ്ട് മഞ്ഞളൊക്കെ കട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ 65 തന്നെ അധികമാണ്, നമുക്കൊരു 60 ഡിഗ്രി ഒക്കെ പറ്റുള്ളൂ, അല്ലെങ്കിൽ അതിന്റെ കളർ പോയി, കളർ വ്യത്യാസം. അപ്പൊ അതിന്റെ കളറൊന്നും പോവാതെ തന്നെ നമുക്ക് ഡ്രൈ കിട്ടും അല്ലേ? സാമ്പിൾ വേണമെങ്കിൽ ഇവിടെ ഉണ്ട് ഡ്രൈ ചെയ്ത്, നമുക്കത് നോക്കാം. നമുക്ക് ക്യാരറ്റ് ഡ്രൈ ചെയ്ത് വെച്ചാണ്. നോക്കിയാൽ ആ ഒരു കിലുകില സൗണ്ട് വരെ ഉണ്ട് കേട്ടോ, നല്ല ഫ്രഷ് ആയിട്ട് നിൽക്കുകയാണ്. ആ കളറും മങ്ങിയിട്ടില്ല. അത് നമ്മൾ ആ ഒരു ടെമ്പറേച്ചറിൽ സെറ്റ് ചെയ്യുന്നത്. അതെ അതെ, അതിന്റെ കറക്റ്റ് ടെമ്പറേച്ചറിൽ സെറ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ടൈമും കറക്റ്റ് ചെയ്ത് ഓവർ ഡ്രൈ ആവാതെ കറക്റ്റ് ടൈമിൽ ഡ്രൈ ചെയ്യുമ്പോൾ. ഇതിപ്പോ കപ്പ ഡ്രൈ ചെയ്താണ്. നോക്കിയതേ കപ്പ നല്ല അടിപൊളിയായിട്ട്. ഇപ്പൊ വറ്റല് കപ്പയൊക്കെ ഇങ്ങനെ അങ്ങ് എടുക്കാം അല്ലേ? നല്ല ക്വാളിറ്റിയില്. അതെ, പുറത്തൊക്കെ ഉണക്കുമ്പോ ഒത്തിരി ഡസ്റ്റും കാര്യങ്ങളുമായിട്ട്. ഇത് ബീറ്റ്റൂട്ടാ അല്ലേ? അതെ അതെ, ആ ബീറ്റ്റൂട്ടിന്റെ ഒക്കെ സ്മെല്ലും അതുപോലെ തന്നെ ഉണ്ട് കേട്ടോ. അതെ, നല്ല ഫ്രഷ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പൊ ഇതൊക്കെ ഇങ്ങനെ ട്രൈ ചെയ്ത് വെക്കേണ്ട കാര്യം, ഇത് പല പർപ്പസ് ആണ്. ഇത് നമുക്ക് ക്യാരറ്റ് കൂടുതലായിട്ട് നമ്മുടെ കസ്റ്റമർ കൊണ്ടുവന്നത് ഫേസ് ക്രീം ഇതുപോലുള്ള പർപ്പസ് ചെയ്യുന്നവർക്കാണ് കൂടുതലായിട്ടും ഈ ഒരു ടൈപ്പ് ഇങ്ങനത്തെ കോസ്മെറ്റിക് ഐറ്റംസിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇത് പിന്നെ പലരും പല പർപ്പസ് ആണ് കേട്ടോ. പുട്ടുപൊടി ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാരറ്റ് പുട്ട് ചെയ്യുന്നവരൊക്കെ ഉണ്ട്. ഇപ്പൊ ഇത്തരം സാധനങ്ങളെല്ലാം പൊടിച്ച് ഇതുപോലെ ട്രൈ ചെയ്ത് പൊടിച്ചാണ് എടുക്കുന്നത്. അതെ അതെ അതെ. പിന്നെ കപ്പ ഓൾറെഡി നമുക്കറിയാം, കപ്പപ്പൊടിയും കപ്പയൊക്കെ ഉപയോഗിക്കുന്നതാണ്. പിന്നെ ഇത് നമ്മുടെ ഇത് കൊന്നങ്കായ, നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാനായിട്ടുള്ള പൊടിച്ചിട്ട് പാക്കറ്റ് ചെയ്ത് കൊടുക്കും. അതെ, അതാണ് കേട്ടോ. നല്ല ഫ്രഷ് ആയിട്ട് നല്ല ഭംഗിയായിട്ടാണ് അത്. ഇത് പാവക്ക മസാല ഒക്കെ പരട്ടിയിട്ടാണ് സാധാരണ രീതിയിൽ ഉണക്കിയെടുക്കാം. പാവയ്ക്ക കൊണ്ടാട്ടവും മസാലയ്ക്കും ഒക്കെ ആയിട്ട് ഉപയോഗിക്കാം. പിന്നെ അതുപോലെ ഫിഷും ഒക്കെ നമുക്ക് ഫിഷ് ചെയ്യാം. ഫിഷ് SS-ലാണെങ്കിൽ ഫിഷ് നമുക്ക് നന്നായിട്ട് ചെയ്യാം. അതുപോലെ തന്നെ കൊണ്ടാട്ടങ്ങൾ ചെയ്യാം. ഇത് കിഴങ്ങ്. അതെ, കിഴങ്ങാണ്.
ഇപ്പൊ ശരിക്കും നമ്മൾ ഈ ഉണക്കമീനൊക്കെ വാങ്ങിക്കുമ്പോഴേ പറമ്പിലും അല്ലെങ്കിൽ ഈ കടപ്പുറത്തൊക്കെ ഇട്ട് ഉണക്കി ആകെപ്പാട് ബുദ്ധിമുട്ടായിട്ടാണ് നമ്മൾ പല വീഡിയോ കാണുന്നത്. ശരിക്കും നമുക്ക് വീട്ടിൽ ഇതുണ്ടെങ്കിൽ ഇറച്ചി മീൻ എല്ലാം ഉൾപ്പെടെ നമുക്ക് വീട്ടിലേക്ക് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതിങ്ങനെ പാക്കറ്റ് ചെയ്തിട്ട് സെല് ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ട്, ആമസോൺ വഴി ഉണ്ട്. നമുക്ക് അങ്ങനെ കസ്റ്റമേഴ്സ് കൂടുതലുണ്ടല്ലേ? ഉണ്ട്, ഒത്തിരി ഉണ്ട്. അത് ഇതുപോലെയുള്ള സാധനങ്ങൾ പാക്കറ്റ് ചെയ്ത് നല്ല ഇതിൽ പൗച്ച് കാര്യങ്ങൾ ചെയ്ത്, അതുപോലെ തന്നെ ഓയിലും എള്ളെണ്ണ, കടുകെണ്ണ, ബദാം ഓയിൽ, ഇതുപോലുള്ള ഓയിലൊക്കെ പാക്ക് ചെയ്ത് ബോട്ടിൽ ചെയ്ത് ആമസോൺ വഴി ഓൺലൈൻ വഴി ചെയ്യുന്നുണ്ട്. ശരിക്കും ഇത് നല്ല ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു കസ്റ്റമർ നമ്മുടെ നല്ലാതെ വേറെ വാങ്ങിക്കത്തില്ല. കാരണം ഒറിജിനൽ ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എല്ലാം നമുക്ക് മായമുള്ള സാധനങ്ങളാണ് കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ കറക്റ്റ് ഏതാണെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല. അപ്പൊ നമ്മളിൽ ഒരു ബിസിനസ് തുടങ്ങി അത് കസ്റ്റമേഴ്സുമായിട്ട് നല്ലൊരു ട്രസ്റ്റ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നല്ല രീതിയിൽ വിജയിച്ചു പോകാൻ പറ്റും. ഓക്കെ, അതുപോലെ കടുകെല്ലാം നമ്മൾ അങ്ങനെ സെറ്റ് ചെയ്യുന്നത് അല്ലേ? ഇതെല്ലാം നമുക്ക് ഓയിൽ എടുക്കാൻ വേണ്ടി നമുക്കുള്ള സീഡ്സുകളാണ്. ഇതിപ്പം കടുകാണ്, എള്ള്, സൺഫ്ലവർ, പീനട്ട്, കൊപ്ര. നമുക്ക് ജസ്റ്റ് വേണമെങ്കിൽ എന്താ സാമ്പിൾ ജസ്റ്റ് ഒന്ന് എല്ലാം ഓയിൽ എടുത്ത് നോക്കാം. ഇത് കോക്കനട്ട് ഓയിൽ, പ്യൂർ കോക്കനട്ട് ഓയിൽ. ഇത് കോക്കനട്ട് ഓയിൽ അല്ലേ? അതെ, നല്ല സ്മെല്ലും കാര്യങ്ങളെല്ലാം നോക്കാം. ആഹാ, നല്ല മണമുണ്ട് കേട്ടോ. അതെ, നല്ല ഫ്രഷ് ആയിട്ടുണ്ട്, അടിപൊളി. അതുപോലെ തന്നെ ഇത് കടുകെണ്ണ. ഇത് കടുകെണ്ണ അല്ലേ? ഒറിജിനൽ കടുകെണ്ണ. ഇവിടെ തന്നെ നമ്മൾ ചെയ്തെടുത്തത്. അപ്പൊ ഇതിന്റെ ഒക്കെ എന്തുമാത്രം നമുക്ക് എത്രയാണ് ഇതിന്റെ അളവ് വരുന്നത് സാധാരണ? നമുക്ക് 1 കിലോയിൽ നിന്ന് എത്രമാത്രം? നമുക്ക് 1 കിലോന്ന് പിന്നെ കടുക് നമുക്ക് ഏകദേശം 3 കിലോ കടുക് വേണം 1 ലിറ്റർ ഓയിൽ വരാൻ. അത് നമുക്ക് ഓയിൽ പ്രസ് മാക്സിമം ഓയിൽ യൂസ് ചെയ്തിട്ടാണ് വരുന്നത്. അതിൽ പിന്നെ ഇതിന്റെ വേസ്റ്റിലൊട്ടും ഓയിൽ കണ്ടന്റ് ഉണ്ടാവില്ല. പിന്നെ ചില കടുകിനനുസരിച്ച് ചെറിയ ചെറിയ പെർസെന്റേജ് ഡിഫറൻസ് വരും. ഇതും അതുപോലെ തന്നെ 1/3 എള്ളും വരുന്നത്. ഇതിന് ഏകദേശം 50% ഓയിൽ കണ്ടന്റ് വരുന്നുണ്ട്. സൺഫ്ലവറിന് അത്ര ഓയിൽ ഉണ്ടോ? എത്ര ഓയിൽ ഉണ്ട് നമുക്ക്. എന്നാലും ഇതിന്റെ ഈ വേസ്റ്റ് എല്ലാം കഴിഞ്ഞ് വരുമ്പോ ഏകദേശം 43-44% ഇത് സീഡ്സിനനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും കേട്ടോ. ചില സീഡ്സിന് അതിൽ കൂടുതലുള്ളതുണ്ട്. ആണോ? ശരി. ഏകദേശം 50-55% ഓയിൽ കണ്ടന്റ് ഉള്ളതാണ്. അത്രയും കിട്ടുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം നമ്മൾ ഉണക്കി, നമ്മൾ ട്രയൽ വെച്ച് ഉണക്കി തന്നെ വേണം എടുക്കാൻ. ഇതൊക്കെ ഓൾറെഡി നമുക്ക് ഇതുപോലെ തന്നെ കടയിൽ നിന്ന് വാങ്ങുന്ന അതേ കണ്ടീഷനിൽ തന്നെ നമുക്ക് ഓയിൽ എടുക്കാൻ പറ്റും. ഓ ശരി. കപ്പലണ്ടി മാത്രം നമുക്ക് ജസ്റ്റ് ചൂടാക്കണം എന്ന് മാത്രം. അതിനൊരു നനവ് ഉണ്ടാവും. അതിന്റെ ഓയിൽ ചൂടാക്കാൻ പാടില്ല. കപ്പലണ്ടിന്റെ ഒരു ഭാഗം ഒരു 15-20 അത്രയും ടൈം. ശരി. അപ്പൊ ഇത് ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ ഈ ഒരു ബിസിനസ് തുടങ്ങാനായിട്ട് അല്ലെ നമ്മളുടെ ഒരു സാധനം വാങ്ങിക്കുന്നവർക്ക് ഈ എല്ലാ ഇൻസ്ട്രക്ഷൻ നമ്മൾ പറഞ്ഞു കൊടുക്കുമോ? തീർച്ചയായിട്ടും എല്ലാം പറഞ്ഞു കൊടുക്കും അല്ലേ? കാരണം ഇത് ഇപ്പൊ നമുക്ക് അറിയത്തില്ല, പുതുതായിട്ട് തുടങ്ങുന്ന ഒരാളായിരിക്കും, ഇത് ഉണക്കണമെന്നോ അങ്ങനെ അറിയണമെന്നില്ല. അപ്പം എല്ലാ സംശയങ്ങളും തീർച്ചയായിട്ടും നമ്മൾ സ്ഥിരം അവർക്ക് കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കുക. ട്രെയിനിങ് കൊടുക്കും. ആദ്യം നമ്മളൊരു യൂണിറ്റ് പർച്ചേസ് ചെയ്യുന്നവർക്ക് മെഷീൻ അവിടെ അവര് ഇലക്ട്രിസിറ്റി കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ സ്റ്റാഫ് പോയിട്ട് അവർക്ക് ട്രെയിനിങ് കൊടുക്കും. അവർക്ക് എല്ലാം സംഗതി കറക്റ്റായിട്ട് പ്രവർത്തിപ്പിച്ച് കാണിച്ചു കൊടുത്ത് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കും. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ അവർക്ക് എത്ര കാലമാണ് നമ്മളെ കോൺടാക്ട് അവർക്ക് പഠിക്കുന്നവരെ നമ്മൾ കോൺടാക്ട് ചെയ്തോണ്ടിരിക്കാം. നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് പലരും ചിലപ്പോൾ ഇത് സമീപിക്കും. അപ്പം നമ്മൾ ആ ഒരു സപ്പോർട്ട് കൊടുത്താലേ നമുക്ക് അത് തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഒരു യൂണിറ്റ് വെക്കാൻ കാരണം. ഇവിടെയുള്ള സർവീസും ഇവിടെയുള്ള കസ്റ്റമർക്ക് ഇവിടെ വന്നിട്ട് ഡയറക്റ്റ് മെഷീൻ പ്രവർത്തിച്ച് നോക്കി അവർക്ക് ഇവിടെ നിന്ന് പഠിക്കണമെങ്കിൽ ഇവിടെ തന്നെ പഠിക്കാം. അവർക്ക് സീഡുമായിട്ട് വരികയാണെങ്കിൽ ഇവിടുന്ന് ഓയിൽ എടുത്തു പോകണോണ്ട് പ്രശ്നമില്ല. അതിനായിട്ട് ഇവിടെ മെഷീൻ ഉണ്ട്. നമ്മളുടെ മെയിൻ ഹെഡ് ഓഫീസ് എവിടെയാണ് വരുന്നത്? കോഴിക്കോടാണ്. കോഴിക്കോടാണ് മാനുഫാക്ചറിങ് കമ്പനി വരുന്നത്. ഹെഡ് ഓഫീസ് അവിടെ തന്നെ. ശരി. പിന്നെ ഇത് കൊപ്ര, നമ്മൾ കൊപ്ര ഡ്രൈ ചെയ്ത് വെച്ച് അത് നമ്മൾ ഈ കട്ടറിൽ കട്ട് ചെയ്തതിന് ശേഷമുള്ള കൊപ്രാണിത്. ആദ്യം നമുക്ക് ഡ്രൈ ചെയ്തതിനു ശേഷം കട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഓയിൽ എടുക്കുന്നത്. അത് തുറന്നപ്പോ തന്നെ നല്ല എണ്ണയുടെ മണമുണ്ട് കേട്ടോ. പിന്നെ ഇത് ഏകദേശം ഈ ഒരു ഒരേ അളവിലൊക്കെയാണ് വരുന്നത് അല്ലേ ഈ കട്ടറില്? അതെ, അത് പല പീസായിട്ടാണ് വരിക. നമുക്ക് ഇതിങ്ങനെ തന്നെ മെഷീനിലേക്ക് ഡയറക്റ്റ് ഇട്ട് കൊടുക്കാം. പിന്നെ ഇവിടെ വേറൊരു എണ്ണ ഇരിക്കുന്നതോ? ഇത് കപ്പലണ്ടിയാണോ? ഇത് കപ്പലണ്ടിയാ. ഇത് കപ്പലിന്റെ എണ്ണ അല്ലേ? ഈ കപ്പലിന്റെ പിണ്ണാക്കൊക്കെ നമ്മൾ കൂടുതൽ കണ്ടിട്ടുണ്ടെങ്കിലും കപ്പലിന്റെ എണ്ണ നമ്മൾ അങ്ങനെ കൂടുതൽ ഉപയോഗിക്കുന്നില്ല. പിന്നെ ഇത് എള്ളാണ്. എള്ള നല്ല റേറ്റിന് ഒരിക്കലും കിട്ടൂല. എള്ള് നല്ല വില. ഇത് നമ്മള് ഏറ്റവും റേറ്റ് കുറഞ്ഞ് വാങ്ങി 200 രൂപ. 200 രൂപയാണ്. 3-1 നമുക്ക് കിട്ടുള്ളൂ. മറ്റേത് വളരെ ചീപ്പ് റേറ്റ് അല്ലേ നമുക്ക് ഓയിലിട്ടുന്നത്. അതെ, അത് ശരിയാ അല്ലേ? അപ്പൊ നമ്മള് തന്നെത്താൻ ആട്ടി എടുക്കുകയാണെങ്കിൽ നല്ലത് കിട്ടും. അതെ. പിന്നെ നമ്മൾ ഈ നല്ലെണ്ണ കൂടുതലും ഒന്നെങ്കിലും മരുന്നിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കുട്ടികളെ മേത്തേക്കാൻ അങ്ങനത്തെ പർപ്പസിനാണ്. അതെല്ലാം ഒറിജിനൽ അല്ലെങ്കിൽ പിന്നെ അതുകൊണ്ട് യാതൊരു ഫലവും ഇല്ല. അതെ. അപ്പൊ നമുക്ക് ഇതൊന്ന് പ്രവർത്തിച്ച് നോക്കാം.
അപ്പൊ നമുക്ക് ഇതിനകത്ത് നമുക്ക് എണ്ണ സെറ്റ് ചെയ്യാം അല്ലേ? അതെ അതെ. അപ്പോഴേ ഈ മെഷീനിൽ സാധാരണ എങ്ങനെയാണ് ഇതിന് കംപ്ലൈന്റോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ വരുമോ? ഇത് നമ്മളെ പിന്നെ ഞങ്ങൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പൊ അപ്ഡേറ്റ് ചെയ്ത ഒരു മെഷീനും കൂടിയാണ് ഈ മെഷീന്. ഇപ്പം ഇത് 3 HP ആണ് ഈ മെഷീൻ കപ്പാസിറ്റി വരുന്നത്. ഓക്കെ ഓക്കെ. നമ്മൾ ഇതിന്റെ നമുക്ക് മെറ്റ് സീഡ്സിനെ അപേക്ഷിച്ച് നമുക്ക് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പർപ്പസ് വരുന്നത് കോക്കനട്ട് ഓയിൽ എടുക്കാൻ തന്നെയാണ്. കോക്കനട്ട് ഓയിലാണ് താരതമ്യേന മെറ്റ് സീഡ്സിനെ അപേക്ഷിച്ച് ഏറ്റവും ഹാർഡ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ. നല്ല ഡ്രൈ ആയി കഴിഞ്ഞാൽ ഭയങ്കര ഹാർഡ് ആയിരിക്കും. അപ്പൊ അതിന്റെ ഒരു പരിഗണിച്ചുകൊണ്ട് ഏറ്റവും നല്ല ഹെവി കണ്ടീഷനിലാണ് ഈ മെഷീൻ നമ്മൾ മേടിയത്. അപ്പോൾ ഏറ്റവും നല്ല ക്വാളിറ്റിയിലാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ സർവീസും ആ രീതിയിൽ നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും 1 year വാറണ്ടി ഉണ്ട്. അതുപോലെ തന്നെ കറക്റ്റ് ആയിട്ടുള്ള സർവീസും ഉണ്ട്. ഏത് കസ്റ്റമർ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അവര് പരമാവധി മെഷീൻ ഉപയോഗിക്കണം എന്നാണ് ഞങ്ങളെ ലക്ഷ്യം. അതായത് ഞങ്ങളൊരു മെഷീൻ ഉപയോഗിച്ചിട്ട് അത് വാങ്ങിയിട്ട് മൂലക്ക് വെക്കേണ്ട ഒരു അവസ്ഥ വരില്ല. അത് ഞങ്ങൾ ഗ്യാരണ്ടിയാണ്. അപ്പൊ അത്തരത്തിലുള്ള സർവീസ് ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ എന്ത് കംപ്ലൈന്റ് വന്നാലും നമ്മൾ അത് സർവീസ് തീർച്ചയായിട്ടും. അങ്ങനെ പ്രശ്നമൊന്നും അങ്ങനെ കാര്യമായിട്ട് വലിയ എല്ലാം അത്ര നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് തന്നെ അതിൽ ഉപയോഗിക്കുന്നത്. നമ്മൾ മോട്ടർ ഉപയോഗിക്കുന്നത് ഹാവൽസിന്റെ മോട്ടർ ഉപയോഗിക്കുന്നത്. ശരി. ഗിയർ ബോക്സ് നമ്മൾ ഏറ്റവും നല്ല ഹെവിയിലാണ് നമ്മൾ മേഡ് ചെയ്ത്. ഞങ്ങൾ ഓൺ മെയ്ഡ് ഗിയർ ബോക്സിൽ വരുന്നത്. അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ ഇതിന്റെ സ്ക്യൂസിൻ റാഡ്, സ്ക്യൂസിൻ ചാമ്പർ കാര്യങ്ങളെല്ലാം ഏറ്റവും നല്ല ഹെവി മെറ്റീരിയലും ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ നമ്മളിത് എവിടെയൊക്കെയാണ് സപ്ലൈ? കേരളത്തിൽ എല്ലായിടവും ചെയ്യുന്നുണ്ട്? കേരളം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഔട്ട് ഓഫ് സ്റ്റേറ്റ്, തമിഴ്നാട് എല്ലാ സംസ്ഥാനത്തിലും ചെയ്യുന്നുണ്ട്. കേരളത്തിൽ ഞങ്ങൾ ഏകദേശം ഒരു 200 മില്യൺ മുകളിൽ നമ്മൾ ഈ ഒരു മെഷീൻ തന്നെ വെച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തത്. അതെ അതെ. പിന്നെ ഔട്ട് ഓഫ് കൺട്രീസും ഒരുപാട് പോകുന്നുണ്ട്. ദുബായ് പോകുന്നുണ്ട്, സൗദി പോകുന്നുണ്ട്. അവിടെയൊക്കെ ഒത്തിരി സൂപ്പർ മാർക്കറ്റിലേക്കാണ് പോകുന്നത്. സൂപ്പർ മാർക്കറ്റിൽ ഇതുപോലെ ഡയറക്റ്റ് എണ്ണ എടുക്കാം ലൈവായിട്ട് ഓയിൽ സ്റ്റേഷൻ സൂപ്പർ മാർക്കറ്റിന്റെ ഒരു സൈഡിൽ തന്നെ വെച്ചിട്ട് അവർക്ക് അവിടെ നിന്ന് ലൈവ് ആയിട്ടുള്ള ഓയിൽ സ്റ്റേഷൻ ചെയ്യാം. ഇപ്പൊ നമ്മൾ ഇങ്ങനെ എടുക്കുന്നത് നമുക്ക് ഡയറക്റ്റ് ഉപയോഗിക്കാമോ? അതോ ഡയറക്റ്റ് ഉപയോഗിക്കാൻ പറ്റില്ല. അത് നമുക്ക് ലേശം ഈ ഓയിൽ നമുക്ക് അറിയാലോ, മില്ലിനടുത്ത് നമുക്ക് പരിചയം ഉണ്ടാകില്ല, അല്പം കലങ്ങിയിട്ടാണ്. നമുക്ക് ഇതിന്റെ കൂടെ ഒരു ഫിൽറ്റർ കൂടി അറ്റാച്ച് ചെയ്യുകയാണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ നമ്മൾ വെച്ചേക്കണം, അല്ലെങ്കിൽ 4 ദിവസം റെസ്റ്റ് കൊടുത്താൽ നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് വരും. ശരി ശരി. അപ്പൊ നമുക്ക് ഇതൊന്ന് എണ്ണ ചെയ്ത് നോക്കാം. ചെയ്തോ. മെഷീന്റെ സിസ്റ്റം എന്ന് പറയുന്നത് വളരെ യൂസർ ഫ്രണ്ട്ലി ആണ്. ആർക്കും കൈകാര്യം ചെയ്യാൻ പറ്റിയ വളരെ സിമ്പിൾ മെത്തേഡാണ് വരുന്നത്. ആദ്യം പവർ ഓൺ ചെയ്യാം. പിന്നെ ഇതിന്റെ അകത്ത് ഒരു ഹീറ്റർ എന്ന് പറഞ്ഞ സംവിധാനം ഉണ്ട്. അതായത് നമുക്കിപ്പം 1/2 കിലോ അല്ലെങ്കിൽ ഒരു 1/2 കിലോ സീഡ് ഇട്ട് കഴിഞ്ഞാലും അതിന്റെ ഓയിൽ കറക്റ്റ് ആയിട്ട് വരും. ശരി. വലിയ മെഷീനിലൊക്കെ ആണെങ്കിൽ 10 കിലോ സീഡൊക്കെ വേണ്ടി വരും. മിനിമം ഓയിൽ എടുക്കണമെങ്കിൽ 1/2 കിലോ ആണെങ്കിൽ കറക്റ്റ് ഓയിൽ വരും. അപ്പൊ ആദ്യം അതിന്റെ ഒരു ഹീറ്റർ ഓൺ ചെയ്യാം. അതെന്ന് വെച്ചാൽ അതിന്റെ ചേമ്പർ തണുത്തെടുക്കുന്ന ചേമ്പറിന് ചൂടാക്കാം. ജസ്റ്റ് ചൂടാക്കാം. ഓയിലിനൊട്ടും ചൂടുണ്ടാവില്ല. ആ ചേമ്പറിനൊന്ന് മറ്റേ അല്ലെങ്കിൽ പ്രശ്നം പറഞ്ഞാൽ 4-5 കിലോ റൺ ചെയ്യുമ്പോൾ ചേമ്പർ ചൂടായി വരുള്ളൂ. ഫസ്റ്റ് വരുന്ന ഇതിൽ കറക്റ്റ് ആയിട്ട് ഓയിൽ വരാതെ. അപ്പൊ ഇതൊന്ന് ചേമ്പർ ഒന്ന് ചൂടാക്കാം. പിന്നെ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, മോട്ടോർ ഓൺ ചെയ്യാം. മോട്ടോർ ഓൺ ചെയ്ത് ഇതിപ്പോ ചൂടായെന്നുള്ളതാണോ? ഇവിടെ ഇൻഡിക്കേറ്റർ തന്നെ ചൂടായെന്നുള്ളതാണ്. ഇപ്പം ഏകദേശം ചൂട് സെറ്റ് ആയതുകൊണ്ടാണ് ഹീറ്റർ ഓഫ് ആയത്. ഇത്രയും സമയം മതി. അത് കുറച്ച് സമയം കൂടി നമ്മൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തോണ്ട് അത് കഴിയുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പൊ നമുക്ക് തേങ്ങ കൊപ്രയാണെങ്കിൽ എത്ര മാത്രം, ഇപ്പൊ 1 കിലോ കൊപ്രയിൽ നിന്ന് എന്തുമാത്രം എണ്ണ നമുക്ക് കിട്ടും? കൊപ്രയൊക്കെ നമുക്ക് ഏകദേശം 60 മുതൽ 68% വരെ കിട്ടുന്നു. അത്രയും കിട്ടുന്നുണ്ടല്ലേ? നമ്മൾ നോർമൽ കൊപ്ര എന്തായാലും 65% എന്തായാലും കിട്ടുന്നുണ്ട്. പിന്നെ ചില കൊപ്ര നമുക്ക് എന്തായാലും തമിഴ്നാട് കൊപ്ര അല്ലെങ്കിൽ കർണാടക കൊപ്ര ഒക്കെ ആകുമ്പോൾ ഓയിൽ കണ്ടന്റ് കുറച്ച് കുറവാണ് കേരളത്തെ അപേക്ഷിച്ച്. അത് നമുക്ക് ഒരു 60 മുതൽ അതുകൊണ്ടാണ് അത്രയും കിട്ടുന്നത്. ഓക്കെ. നമുക്ക് ഇതിന്റെ ഔട്ട്പുട്ട് ഇതിന്റെ പുറത്ത് വരുന്ന വേസ്റ്റ് എടുത്ത് നോക്കിയാൽ അറിയാം. അതിലൊട്ടും ഓയിൽ കണ്ടന്റ് ഉണ്ടാവില്ല. കാണിച്ചുതരാം, ലൈവ് കാണാം. ഇപ്പൊ ഏകദേശം ടെമ്പറേച്ചർ സെറ്റ് ആയി കഴിഞ്ഞു. സെറ്റായി. അതെ. നമുക്ക് ഇനിയാണെങ്കിൽ കൊപ്ര ഇട്ട് കഴിഞ്ഞാൽ ഓയിൽ വരും. മോട്ടോർ ഓൺ ചെയ്യാം. ഇത് ഡയറക്റ്റ് അന്നേരം തന്നെ വരികയാണല്ലേ? ഇവിടെ വേസ്റ്റ് കൊപ്ര ഇങ്ങോട്ട് പോരുകയാണല്ലേ? അതെ അതെ. ഇത് കണ്ടോ, ഇത് പേപ്പർ പോലെ ഒന്നും ഇല്ലല്ലോ, പൊടിഞ്ഞ് അതിന്റെ മുഴുവൻ എണ്ണ എടുത്താണ് വിടുന്നത് അല്ലേ? അതെ അതെ. ഇതിപ്പോ നമ്മൾ എന്തുമാത്രം ഇട്ടിട്ടുണ്ട്? ഇത് ഏകദേശം ഒരു 5 കിലോ ആ റേഞ്ചിലായിരുന്നു.
വളരെ സിമ്പിൾ മെത്തേഡാണ്. അതെ, ഇത് ചെയ്യാനില്ല, ഇട്ട് കഴിഞ്ഞ് തന്നെ അങ്ങ് വന്നോളൂ അല്ലേ. നമ്മൾ ഇത് ഫില്ല് ചെയ്ത് കൊടുക്കണമെന്ന് മാത്രം. പഴയ മെഷീനൊക്കെ ആണെങ്കിൽ ഒത്തിരി വർക്കായിരുന്നു, എടുത്ത് 2-3 പ്രാവശ്യം സൈക്കിൾ ചെയ്ത് ഇടണം, ഇടിച്ചു കൊടുക്കണം ഉള്ളിലേക്ക്. ഇതിപ്പോ തിരിച്ച് ഇട്ട് കൊടുക്കുക ഒന്നും വേണ്ട, ഇത് മാക്സിമം ഓയിൽ എടുത്തിട്ടാ പോകുന്നത്. എടുത്തിട്ടാണ് ഓയിൽ കണ്ടന്റ് ഒട്ടും ബാക്കി ഒന്നുമില്ല. അതെ, ഇതൊന്നും ഇല്ല. അതെ അതെ. ഇത്ര എണ്ണം വന്നല്ലേ. അതെ അതെ. കൊപ്ര ഏകദേശം ഒക്കെ റെഡി ആയല്ലേ. അതെ അതെ. ഇപ്പൊ നമ്മള് എണ്ണയായി, ചെറിയ സമയം കൊണ്ട് എടുത്ത ഓയിലാണിത്. ഇത്രയും ഓയിൽ വന്നല്ലേ. അപ്പൊ ആദ്യം നമുക്ക് ഇങ്ങനെ ആയിരിക്കും കിട്ടുന്നത് അല്ലേ. ആദ്യം ഓയിൽ എടുത്ത ഉടനെ ഇങ്ങനെ വരുന്നത്, ഈ ഒരു കണ്ടീഷനിലാണ് വരുന്നത്. ഈ ഒരു അഴുക്കോട് കൂടിയാണ് വരുന്നത്. അതെ അതെ. നമുക്ക് ഇത് ബോട്ടിലാക്കിയിട്ട് കാണാം, അപ്പൊ കൃത്യമായിട്ട് കാണാം. ഇതിപ്പോ നമുക്ക് ആട്ടിയ ഉടനെ ഉള്ള എണ്ണ. അതെ. ഈ ഒരു കണ്ടീഷനിലാണ് വരുന്നത്. പിന്നെ അപ്പൊ ഇത് ഇനി എന്ത് ചെയ്യണം? ഇത് നമുക്ക് ജസ്റ്റ് വെച്ചാൽ മതി, ഇങ്ങനെ വെച്ചാൽ മതി. നാളത്തേക്ക് തന്നെ ഏകദേശം പകുതി പോർഷൻ നമുക്ക് ക്ലിയർ ആയിട്ട് വരും. പിന്നെ അടുത്ത ദിവസം തന്നെ ബാക്കി ഫുൾ ആയിട്ട് ക്ലിയർ ആയിട്ട് വരും. ഇതിന്റെ ഒരു ബ്ലാക്ക് കളറിൽ വരുന്ന മട്ട് എന്ത് ചെയ്യും, ഏറ്റവും അടിയിലായിട്ട് നമുക്ക് പിന്നെ വേറെ ബോട്ടിലേക്ക് മട്ട് വെച്ച് ബാക്കിയുള്ളത് വേറെ ബോട്ടിലാക്കി കഴിഞ്ഞാൽ ഇതുപോലെ ഫുൾ ക്ലിയർ ആയിട്ട് ഇത്രയും ക്ലിയർ ആയിട്ട് തന്നെ ഇത് വന്നോളൂ. എന്തെങ്കിലും ഫിൽറ്റർ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ ഈ കണ്ടീഷനിൽ തന്നെ ആ സ്പോട്ടിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ ആക്കി എടുക്കാൻ പറ്റും. നമ്മുടെ കയ്യിൽ അത് ഫിൽറ്റർ ഉണ്ട്. അത് ആവശ്യമുള്ളവർക്ക് അതും ചെയ്യാം. അപ്പൊ ഇത് സൺഫ്ലവർ അല്ലേ. അതെ അതെ. ഓക്കെ, അപ്പൊ ഇതിടാം നമുക്ക് ഇനി അടുത്ത് സൺഫ്ലവർ സീഡാണ് ഓയിൽ എടുക്കുന്നത്. അപ്പൊ അതിന്റെ ഈ ചേമ്പറിന്റെ ചൂട് കുറച്ചും കൂടി നല്ല ചൂട് വേണം. അപ്പോൾ ഈ 300 ഡിഗ്രിയാണ് അതിന്റെ ചൂട് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പൊ 300 ഇവിടെ കൊടുക്കണം. അതെ അതെ. 300 ഡിഗ്രി സെറ്റ് ചെയ്യുമ്പോൾ പലർക്കും സംശയം ഉണ്ടാവും ഇത്രയും ചൂട് എണ്ണൊക്കെ ഉണ്ടാവും എന്നുള്ളത്. നമുക്ക് ലൈവ് ആയിട്ട് തന്നെ നോക്കാം. ഇപ്പൊ നോക്കാം ഇട്ട് കഴിയുമ്പോൾ. ഇത് ഒറിജിനൽ സൂര്യകാന്തി എണ്ണ ഈ കളറിലെ വരിക, ബ്ലാക്ക് കളറിലെ വരിക. സൂര്യകാന്തി എണ്ണ ഇതാണല്ലേ. അതെ അതെ. അപ്പൊ അക്ഷതെ നമ്മളിപ്പം വെളിച്ചെണ്ണ എടുത്തു, അതുപോലെ തന്നെ സൺഫ്ലവർ സൂര്യകാന്തിയുടെ എണ്ണയും എടുത്തു. ഇനി നമുക്ക് ഏതാ എടുക്കാനുള്ളത്? ഇനി നമുക്ക് അടുത്ത എള്ളെണ്ണ എടുക്കാം. ശരിക്കും ഇതൊക്കെ എടുക്കുന്ന ഇത്ര സിമ്പിൾ ആണെന്ന് അറിഞ്ഞില്ലായിരുന്നു കേട്ടോ. ഇത് ലേഡീസിന് വളരെ സിമ്പിൾ ആയിട്ട് കൈകാര്യം ചെയ്യാമല്ലോ. വളരെ സിമ്പിൾ ആയിട്ട് കൈകാര്യം ചെയ്യാം. കൊള്ളാം. അപ്പൊ നമുക്ക് എള്ളും കൂടെ നോക്കാം. ഓക്കെ ഓക്കെ. അപ്പൊ ഇത് അതുപോലെ തന്നെ മോട്ടോർ ഓൺ ചെയ്യാം, ഡയറക്റ്റ് ഇതിലേക്ക്. അടിപൊളി. അതിന്റെ നല്ല കറുത്ത എണ്ണയാണല്ലേ വരുന്നത്. അതെ അതെ. ഇത് നോക്കി, അതിന്റെ നല്ല കറുത്ത എള്ളാണിത്. കറുത്ത എള്ളായതുകൊണ്ട് നോക്കി നല്ല കറുത്ത, പേപ്പറിനേക്കാൾ കട്ടി കുറഞ്ഞ ഇതിന്റെ വേസ്റ്റ് ആണ് കേട്ടോ. മുഴുവൻ എണ്ണയും എക്സ്ട്രാക്ട് ചെയ്തിട്ടാണ് വരുന്നത്. സംഗതി കൊള്ളാം. എന്തായാലും ആദ്യമായിട്ടാണ് ഇതെല്ലാം ഇങ്ങനെ എണ്ണയാക്കുന്നത് ഞാൻ കാണുന്നത്. അപ്പൊ എന്തായാലും നിങ്ങളെ കൂടെ കാണിച്ചേക്കാന്ന് വെച്ചു. അപ്പൊ ബിസിനസ് തുടങ്ങാനായിട്ട് താല്പര്യമുള്ളവർ അതൊന്ന് ഇപ്പോഴേ തന്നെ ഇവരെ ഒന്ന് കോൺടാക്ട് ചെയ്യണം. അതുപോലെ ബിസിനസ് തുടങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവരെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ സംഗതി കണ്ടു, എല്ലാം പൂർണ്ണമായിട്ട് ബോധ്യപ്പെട്ടിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. കാരണം ഈ 3 എണ്ണയും നമുക്ക് എടുക്കാം. ഇനിയും എണ്ണ എടുക്കാനായിട്ട് സാധനങ്ങളുണ്ട്, വേണമെങ്കിൽ അത് ചെയ്ത് കാണിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്ന് ഇവരുടെ സാധനങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കി ഇതെങ്ങനെയാണെന്ന് ലേഡീസിന് വരെ ഇത് കൈകാര്യം ചെയ്യാം. കാരണം ഒരു എണ്ണ എടുത്ത് അടുത്തത് പെട്ടെന്ന് തന്നെ മാറ്റിയാണ് കൈകാര്യം ചെയ്തത്. സിമ്പിളായിട്ട് ഇതെല്ലാം തൂത്ത് മാറ്റി പെട്ടെന്ന് തന്നെ എടുക്കുകയാണ്. വേറെ എണ്ണകൾക്ക് തമ്മിൽ വ്യത്യാസമോ അല്ലെങ്കിൽ ആ ഒരു സ്മെല്ലോ ഒന്നും വരുന്നില്ല. ഇതെല്ലാം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞാൻ താഴെ കൊടുക്കാം. അതുപോലെ ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ളവർ നമ്മളെ ഷോറൂം വിസിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഡയറക്റ്റ് കമ്പനിയിൽ വന്ന് വിസിറ്റ് ചെയ്യാം. അതെ. അപ്പോൾ എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഇനി തുടങ്ങാൻ താല്പര്യമില്ല, ഇനി നാളെ തുടങ്ങിയാൽ മതി എന്നുള്ള ഒരു ഐഡിയ ഉണ്ടെങ്കിൽ പോലും ഇവരെ വിളിക്കുക. അപ്പോൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഇവരെ വിളിച്ച് കറക്റ്റ് ചെയ്ത് നിങ്ങളതൊന്ന് തുടങ്ങുക. അപ്പോൾ ഇവരുടെ ഞാൻ നമ്പർ താഴെ കൊടുക്കാം. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം വരാം. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ഷെയർ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. കാരണം നിങ്ങളുടെ ഒരു ഷെയർ ആയിരിക്കും ഒരാൾക്കൊരു ലൈഫ് തന്നെ കിട്ടുന്നത്. അപ്പോൾ ഇത് വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം. അതുവരേക്കും ബൈ. അപ്പോൾ ഒരു ബൈ പറയാം. ബൈ.